ആക്രമണം അതിജീവിച്ച് ഒടുവിൽ തുറമുഖത്തേക്ക്. ഹോർമുസ് കടലിടുക്കിൽ വെച്ചുണ്ടായ വെടിവയ്പിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട എണ്ണക്കപ്പൽ ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ചേർന്നു. ഇറാഖിൽ നിന്നുള്ള ഏകദേശം 200 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി എത്തിയ MT സൻമാർ ഹെറാൾഡ് എന്ന കപ്പലാണ് അപകടങ്ങൾ അതിജീവിച്ച് ഇന്ത്യൻ തീരത്തെത്തിയത്. ഇറാഖിൽ നിന്നുള്ള ബസ്ര മീഡിയം, ബസ്ര ഹെവി ഇനങ്ങളിൽപ്പെട്ട അസംസ്കൃത എണ്ണയുമായാണ് കപ്പൽ യാത്ര തിരിച്ചത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് കപ്പലിന് നേരെ വെടിവയ്പ് ഉണ്ടാവുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന്റെ മുൻഭാഗത്തിന് വെടിയുണ്ടകളുടെ ചില്ലുകൾ തെറിച്ച് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെയും അതിലെ ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി കപ്പൽ ഉടൻ തന്നെ റൂട്ട് മാറ്റുകയും പിന്നീട് മറ്റ് സുരക്ഷാ വീഴ്ചകൾ കൂടാതെ വിജയകരമായി ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തുടരുകയുമായിരുന്നു. ഒഡീഷ തീരത്തെത്തിയ കപ്പൽ പാരാദ്വീപ് തുറമുഖത്ത് നിന്നും 22 കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ടു. തുടർന്ന് തുറമുഖത്തെ സിംഗിൾ പോയിന്റ് മൂറിംഗ് സംവിധാനം വഴി എണ്ണ പുറത്തെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. കപ്പലിന്റെ യാത്രയിലുടനീളം ഇന്ത്യൻ നാവികസേനയുമായി കൃത്യമായ ആശയവിനിമയവും ഏകോപനവും ഉണ്ടായിരുന്നുവെന്നും പാരാദ്വീപ് പോർട്ട് അതോറിറ്റി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ക്യാപ്റ്റൻ ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കടുത്ത യുദ്ധ പ്രതിസന്ധികൾക്കിടയിലും ധീരതയോടെ കപ്പൽ സുരക്ഷിതമായി എത്തിച്ച ജീവനക്കാരെ പാരാദ്വീപ് പോർട്ട് അധികൃതർ നേരിട്ടെത്തി ആദരിച്ചു. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും കപ്പലിന്റെ ക്യാപ്റ്റനും ജീവനക്കാരും അസാധാരണമായ പ്രൊഫഷണലിസവും സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുമാണ് കാണിച്ചത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നതോടെ കപ്പൽ യാത്ര പുനരാരംഭിക്കുകയും പാരാദ്വീപിൽ സുരക്ഷിതമായി എത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി കപ്പലിലെ എല്ലാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണ്, പോർട്ട് അതോറിറ്റി അറിയിച്ചു. കപ്പൽ ക്യാപ്റ്റനോ മറ്റ് ജീവനക്കാരോ നിലവിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതേസമയം ഖത്തറി പാകിസ്ഥാൻ മധ്യസ്ഥർ ദോഹയിൽ US ഇറാനിയൻ ചർച്ചക്കാരുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയതായും ഇസ്ലാമാബാദ് ധാരണാപത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോസിറ്റീവ് പുരോഗതി കൈവരിച്ചതായും പാകിസ്ഥാൻ വ്യക്തമാക്കി. അടുത്ത റൗണ്ട് ചർച്ചകൾക്കുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇരുപക്ഷവും ചർച്ചകൾ തുടരാൻ സമ്മതിച്ചതായി പാകിസ്ഥാൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 18-ന് US-ഉം ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷമാണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. തുടർന്ന് ജൂൺ 21-ന് സ്വിറ്റ്സർലൻഡിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ നടന്നു. പാകിസ്ഥാനും ഖത്തറും ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ മധ്യസ്ഥരായി പ്രവർത്തിച്ചു. ഖത്തറിയും പാകിസ്ഥാൻ മധ്യസ്ഥരും ഇന്ന് ദോഹയിൽ US ഇറാനിയൻ ചർച്ചക്കാരുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തി. ലേക്ക് ലൂസേൺ ഉച്ചകോടിയെ അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ വശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നല്ല പുരോഗതി കൈവരിച്ചുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മണിക്കൂറുകൾക്ക് മുൻപ് ഇതേ പ്രസ്താവന പോസ്റ്റ് ചെയ്തു. വരും കാലയളവിൽ ചർച്ചകൾ തുടരാൻ കക്ഷികൾ സമ്മതിച്ചിട്ടുണ്ട്. മുൻ ഇറാനിയൻ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അടുത്ത യോഗം എത്രയും വേഗം നിശ്ചയിക്കുമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. മുൻ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ തുടരുമെന്നും അതിൽ പറയുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇറാൻ ഭരിച്ച ഖമേനി ഫെബ്രുവരി 28-ന് ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വൻ വ്യോമാക്രമണങ്ങൾ ആദ്യ ദിവസമായി ഇന്നലെ കൊല്ലപ്പെട്ടു. ജൂലൈ 5, 6, 7 തീയതികളിൽ ടെഹ്റാനിലും ഖോമിലും ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. ജൂലൈ 9-ന് മഷാദിൽ അവസാന ശവസംസ്കാര ചടങ്ങ് നടക്കും. പരസ്പരം പോസുകൾ, കടുത്ത ചർച്ചകൾ, ആക്രമണങ്ങൾ എന്നിവയ്ക്കിടയിൽ പാകിസ്ഥാനും ഖത്തറും 2 എതിരാളികൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുകയാണ്. മൊത്തത്തിൽ ദോഹയിൽ നടന്ന US ഇറാനിയൻ ചർച്ചകൾ ധാരണാപത്രത്തിൽ പുരോഗതിയുണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.